അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ അടുത്താണ്. അദ്ദേഹം ഇവിടെ ഒരു സ്ഥാപനം ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ആ ഒരു വാർത്ത വീണ്ടും ഒരിക്കൽ കൂടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്ന് തോന്നുകയാണ്. അപ്പോൾ മുബഷിർ ഭായ്, നമ്മൾ മുമ്പൊരു വാർത്ത നിങ്ങളൊരു ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വാർത്ത വിട്ടിരുന്നു. ഓക്കെ. പിന്നെ അതിനുശേഷം നമ്മൾ പല 1-2 മേഖലകളിൽ വെച്ച് കണ്ടു. കൽപ്പഞ്ചേരി പഞ്ചായത്ത് നിങ്ങളോട് ടൈപ്പ് ആയിട്ടുള്ള ഹൈസ്കൂളിൽ വെച്ച് നടത്തുന്ന പരിപാടി. നല്ലൊരു അത്യാവശ്യം പോസിറ്റീവായിട്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ആ ക്ലാസ് ഞാൻ പങ്കെടുത്തിരുന്നു. ഓക്കെ. അപ്പോൾ ഇനി ഇപ്പം എനിക്ക് അറിയേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ +2 റിസൾട്ട് ഒക്കെ വന്നു. നിങ്ങൾക്ക് +2ന് ശേഷമുള്ള കാര്യങ്ങളാണല്ലോ അല്ലേ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്കുള്ള. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ പ്രേക്ഷകരിൽ ആർക്കെങ്കിലുമൊക്കെ അത് ഉപകാരപ്പെട്ടേക്കാം എന്നൊരു അടിസ്ഥാനത്തിലാണ് വീണ്ടും ഒരിക്കൽ കൂടെ ഇവിടെ ഞാൻ കയറി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ +2 കഴിഞ്ഞ കുട്ടികൾക്കുള്ള ഏകദേശം ഒരു വിവരണം തന്നാണ്. നമ്മൾക്കിവിടെ ഇപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ലൈഫിൽ എന്താണ് എന്നുള്ളതിനൊരു പോയിന്റ്, ഫസ്റ്റ് സ്റ്റെപ്പ്. അത് അപ്പോൾ നമ്മൾ പൊതുവായിട്ട് കൊടുക്കുന്നത് ഇപ്പം കൂടുതലും കുട്ടികൾ നഴ്സിംഗ്, മെഡിക്കൽ ഫീൽഡ്, MBBS, BDS അങ്ങനെ പോകും. പാരാമെഡിക്കൽ കോഴ്സുകൾ അങ്ങനെ പഠിക്കുന്നു. പിന്നെ ഡിഗ്രി കോഴ്സുകൾ, BTech, അങ്ങനെ കുറെ ഒരുപാട് കോഴ്സുകൾ. ഇതൊക്കെ നമ്മൾ കേരളത്തിൽ സീറ്റ് പരിമിതമാണ്. അതിൽ കേരളത്തിലെ LBS വഴി മെറിറ്റ് സീറ്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് സീറ്റ് ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലുള്ളത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2026 ഏകദേശം 4.5 ലക്ഷം കുട്ടികൾ +2 പരീക്ഷ എഴുതിയിട്ടുണ്ട് ഇത്തവണ. അപ്പൊ അവർക്ക് ഏകദേശം ഒരു കുറച്ച് സീറ്റേ ഉള്ളൂ, ഏകദേശം 1 ലക്ഷത്തിന് താഴെ എന്നൊക്കെ പറയാൻ പറ്റുന്ന സീറ്റുകൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു കുട്ടികൾക്കും അഫോർഡ് ചെയ്യുമെന്ന് പുറത്താണ്, കേരളത്തിന് ഔട്ട് സ്റ്റേറ്റ്, കേരളം വിട്ട്. ഇപ്പൊ മംഗലാപുരം പോണവര്, ബാംഗ്ലൂർ ഉണ്ട്, അതുപോലെ തമിഴ്നാട്, കോയമ്പത്തൂര്, ചെന്നൈ, ഈരോട് ഇങ്ങനൊക്കെ പോണവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ആയിട്ട് നമുക്ക് കോളേജുകളുമായിട്ട് ഞാൻ ടൈപ്പ് ആയിട്ട് ഇവിടെ വന്നാൽ തന്നെ നമുക്ക് കോളേജിന്റെ കാര്യങ്ങളും വീഡിയോസും ഫീസ് സ്ട്രക്ചറും എല്ലാം നമുക്ക് ഇവിടുന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരു കോളേജിലേക്ക് ഡയറക്റ്റ് പോകേണ്ട ഒന്നും വേണ്ട. ഇവിടെ വന്നിരുന്ന് നമ്മൾ കോളേജ് ഡയറക്ടർ മുഖാന്തരം സംസാരിച്ച് അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് നേരിട്ടാണ് നമ്മൾ ഇവിടുന്ന് അഡ്മിഷൻ ചെയ്യുന്നത്. അപ്പം കോളേജിൽ പോയാലും നമ്മുടെ അടുത്ത് നേരിട്ട് വന്നാലും ഫീസ് ഒക്കെ ഒരേപോലെ തന്നെയാണ് അവർക്ക്. പിന്നെ ഞാനിപ്പോ കൂടുതൽ കൊടുക്കണത് എന്താ വെച്ചാൽ, എക്സ്ട്രാ ആയിട്ട് ഇപ്പൊ നമ്മള് എല്ലാവർക്കും ഒരു കാർഡ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഈ നെക്സ്റ്റ് ഗ്രോന്റെ ഇതിൽ ബാനറിൽ നമ്മൾ ആരാണ് അഡ്മിഷൻ എടുക്കുന്നത് അവർക്ക് ഞാനൊരു ചെറിയൊരു കാർഡ്, പണ്ടത് സ്ക്രാച്ച് ആൻഡ് വിന്നിന്റെ കാർഡ്, ഈ കാർഡില് നമ്മള് ഇവർക്ക് 1 വർഷത്തെ ട്യൂഷൻ ഫീസ് തന്നെ ഫ്രീ ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ 1 വർഷത്തെ ഹോസ്റ്റൽ ഫീസ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബുക്സ്, യൂണിഫോം, ID കാർഡ്, അല്ലെങ്കിൽ എലിജിബിലിറ്റി ഫീസ്, അല്ലെങ്കിൽ ഇവർ ഏത് കോഴ്സാണ് എടുക്കുന്നത് ആ കോഴ്സ് തീരുന്നത് വരെയുള്ള എക്സാമിന്റെ ഫീസുകൾ, ഇത് ഏതെങ്കിലും ഒന്ന് ഞാൻ ആ കാർഡിന്റെ ഉള്ളിലുണ്ടാവും ഇവർക്ക് കൊടുക്കുന്നത്. അത് കിട്ടുന്നത് എന്താണോ അതായിരിക്കും അവർക്കുള്ള ഒരു ഒരു ഭാഗ്യം. അതായത് ഇപ്പൊ അവര് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു 8 ലക്ഷത്തിന്റെ നഴ്സിംഗ് കോളേജുകൾ എടുക്കുമ്പോൾ അവർക്ക് ആ 8 ലക്ഷം ഫീസ് ഷാർപ്പായിട്ട് കൊടുക്കണം, ഓരോ വർഷത്തിൽ 2 ലക്ഷം വെച്ചിട്ട്. ദെൻ എന്റെ ഓഫീസ് വഴിയാവുമ്പോൾ ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നത് ഒരു പക്ഷെ 1 വർഷത്തെ ഹോസ്റ്റൽ ഫീസ് കുറഞ്ഞ് ഞാൻ കൊടുക്കുന്നത്, അതായത് കോളേജിക്ക് ഞാനാണ് ഇത് പേയ്മെന്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ 1 വർഷത്തെ കോഴ്സിന്റെ ഫീസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസ് വരുന്നുണ്ടെങ്കിൽ ഫീസൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും, അത് ആ കാർഡിലുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഏറെക്കുറെ. അപ്പൊ പ്രേക്ഷകത്തിലൂടെ ഞാനും അതന്നെയാണ് ഒന്നുകൂടി വരണം. കാരണം മുമ്പത്തെ 1-2 സംസാരങ്ങൾ എനിക്ക് ഏകദേശം ഈ കാര്യം എനിക്ക് കത്തിയിട്ടുണ്ട്. പക്ഷെ പ്രേക്ഷകർ വേണ്ടത്ര ഗൗരവത്തോടെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യത്തിലൂടെ നമ്മൾ മറ്റൊരു കോളേജ് അന്വേഷിച്ച് ഒത്തിരി ദൂരം സഞ്ചരിച്ച് അവിടെ പോയാൽ കിട്ടുന്ന സംവിധാനങ്ങളൊക്കെ ഇവിടെ വന്നാൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് കിട്ടും. അതിന്റെ കൂടെ കിട്ടുന്ന അവർക്ക് കോളേജ് വിസിറ്റിംഗ് ഉണ്ടെങ്കിൽ തികച്ചും അത് ഫ്രീ ആയിട്ടിരിക്കും. കോളേജ് വിസിറ്റ് ചെയ്യാൻ പോകുന്നതും കോളേജിൽ അവിടെ ആരോ കണ്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ ഫ്രീ കൊണ്ടുവരും. അതായത് ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കുന്ന കുട്ടിക്ക് ആ കോളേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സന്ദർശനം മറ്റൊക്കെ നിങ്ങളുടെ ഇതിലൂടെ കൂടാതെയാണ് ഈ ഒരു അവനവന്റെ ഭാഗ്യം പോലെ കിട്ടുന്ന ഒരു സ്ക്രാച്ച് കാർഡ്. കോഴ്സുകൾ നമ്മൾ ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതില് ഏത് കോഴ്സ് നമ്മളെ ത്രൂവിൽ എടുത്താലും അവർക്ക് എല്ലാവർക്കും ഇപ്പൊ നിലവില് BCA കോഴ്സുകൾ നല്ല ട്രെൻഡ് ആയിട്ട് പോകുന്നുണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതിൽ ആഡ് ഓൺ ആണ്, അതായത് AI കോഴ്സുകൾ ഇപ്പൊ നിലവിൽ AI ആണ്, ഫോണിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും ഒക്കെ AI സിസ്റ്റങ്ങളാണ്. അപ്പൊ അതുപോലെ AIക്ക് ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ കൂടുതലായിട്ട് നമുക്ക് സൈബർ സെക്യൂരിറ്റി, മെഷീൻ ലേണിംഗ്, എത്തിക്കൽ ഹാക്കിംഗ്, ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് കുറെ ആഡ് ഓൺ കോഴ്സുകളുണ്ട്. അപ്പൊ കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ട് ഇപ്പൊ നിലവിൽ ഈ കോഴ്സുകളാണ് കൂടുതൽ എല്ലാവരും ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ഓഫീസ് ജോബ് ആയാലും അല്ലെങ്കിൽ IT മേഖലയിലേക്കൊക്കെ കൺവേർട്ട് ചെയ്ത് പോകാൻ പറ്റും. BCA എടുത്ത് പിന്നെ അവർക്ക് MCA എടുക്കാം, മാസ്റ്റേഴ്സ് PG എടുത്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഓക്കെ,
താല്പര്യമുള്ള പ്രേക്ഷകരൊക്കെ ബന്ധപ്പെടട്ടെ. ഞാൻ എന്തായാലും സ്ക്രീനിലൂടെ നിങ്ങളെ കോൺടാക്ട് നമ്പർ എനിക്ക് തരാം, അതും കൂടി ഞാൻ പ്രദർശിപ്പിക്കുന്നു. നിങ്ങളുമായിട്ട് ബന്ധപ്പെടട്ടെ. മറ്റൊരു കാര്യം, നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വൈലത്തൂരിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിലും നമ്മുടെ പുത്തനത്താണി ഭാഗത്തു നിന്നാണെങ്കിലും കുറുകത്താണി അടരിക്കോട് ഭാഗത്ത് നിന്ന് ഇനി അതല്ല ഇരിങ്ങാവൂർ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും വന്ന് ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ഹബ്ബ് എന്നാണ് നമ്മളെ കടങ്ങാത്തോട് പറയുന്നത്. തീർച്ചയായിട്ടും അത്രയും കോളേജുകളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമ്മളിവിടെ ഉണ്ട്. അപ്പം എവിടുന്ന് വന്നാലും നമുക്ക് കടുങ്ങാത്തോണ്ട് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഒരു 100 മീറ്റർ താഴെയൊക്കെ നടത്താം. അതായത് വൈലത്തൂർക്ക് പോകുന്ന ഭാഗത്തോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ അൻസാർ അറബി കോളേജ് ഉണ്ടൊക്കെ ഓപ്പോസിറ്റ് സൈഡ് ഒരു പള്ളിയുണ്ട്. ആ പള്ളിനെ നേരെ ഓപ്പോസിറ്റ്. നമ്മുടെ പേര് നെക്സ്റ്റ് ഗ്രോ, അത് ഗൂഗിൾ അടിച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിലുണ്ട് നെക്സ്റ്റ് ഗ്രോ കൺസൾട്ടൻസി. നമുക്ക് കോൺടാക്ട് ഉണ്ട്, ആർക്കും വേണമെങ്കിലും കോൺടാക്ട് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ആളുകൾ ആരെങ്കിലും നമ്മുടെ പ്രേക്ഷകർ കൂടുതൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് ഉപകാരപ്പെടട്ടെ. വളരെ ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ചോദ്യത്തിന് ഒരു രക്ഷിതാവ് എന്ന നിലക്ക് തന്നെയാണ് ഞാൻ നേരിട്ട് വന്ന് കാണുന്നത്. വെച്ചാൽ വല്ല ഇതിൽ ഒരുപാട് എന്താ പറയുക വ്യത്യസ്തത കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു, ഞാൻ അറിഞ്ഞ വിവരങ്ങൾ എന്ത് ചെയ്യുന്നു എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. അവർക്ക് ഉപകാരപ്പെടുന്നവർക്ക് അത് ഉപകാരപ്പെടട്ടെ എന്നും കൂടിയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.